ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മാത്സ് ആണ്. 5th സ്റ്റാൻഡേർഡിലെ മാത്സ് 9th ചാപ്റ്ററായ നമ്പർ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. എന്താണ് നമ്പർ റിലേഷൻസ് അല്ലേ നോക്കാം. നമുക്ക് നമ്പറിൻ്റെ റിലേഷൻസ് ആണ് അല്ലേ. നോക്കൂ, അഡീഷണൽ സബ്ട്രാക്ഷൻ. ഫസ്റ്റ് ഒരു സിമ്പിൾ പ്രോബ്ലം അല്ലേ. ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ 12 pens അറ്റ് 8 rupees ഈച്ച്. അതായത് 8 രൂപ ഉള്ള ഒരു പെന്ന്, 8 രൂപക്കുള്ള ഒരു പെന്നിന് 8 രൂപ. അങ്ങനെയാണെങ്കിൽ 12 പെന്നിന് എത്ര രൂപ ആവശ്യമുണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കൂ 12 പെന്നാണ് വേണ്ടത് അല്ലേ. ഒരു പെന്നിനാണെങ്കിൽ 8 രൂപ. അങ്ങനെയാണെങ്കിൽ 10 പെന്നിന് എത്രയാണ് നോക്കുക. അപ്പോൾ 10 പെന്നിന് എത്ര ആയിരിക്കും? 10 × 8 80 അല്ലേ. അപ്പോൾ 80. അപ്പോൾ 10 പെന്നിന് എത്രയാണ്? 80. ഓക്കെ. അപ്പോൾ ഇനി ബാക്കി 2 ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 പെന്നാണ്. ഇപ്പോൾ 2 പിന്നെ ഒരു പെന്നിന് 8 ആണ്. അപ്പോൾ 2 പെന്നിന് 16 അല്ലേ. അപ്പോൾ 80 + 16 എത്രയാണ്? 96 അല്ലേ. അപ്പോൾ നമുക്കിത് മനക്കണക്കായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ. 12 പെന്നാണ് വേണ്ടത്. ഒരു പെന്നിന് 8 രൂപയാണ്. അപ്പോൾ അമ്മ എന്താക്കുക, ഈ 12നെ 10 + 2 ആക്കുക അല്ലേ. 10 × 8 പറഞ്ഞാൽ എത്രയാണ്? 80. പിന്നെ 2 × 8 16 അല്ലേ. അപ്പോൾ 80 + 16 96. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഇതാണ് നമ്മൾ കാൽക്കുലേഷൻ മാത്സിൽ ചെയ്യുന്ന കാൽക്കുലേഷൻ അല്ലേ. 12നെ 10 + 2 × 8 ചെയ്യുക. പിന്നെ 10 × 8 + 2 × 8 പിന്നെ 80 + 16 96. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താണ് പിക്ചറിലും ഇങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് കേട്ടോ. 12 പെന്നാണ്, 8 രൂപയാണ്. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഈ 10 ആക്കി, ഈ 12നെ 10ഉം 2ഉം ആക്കി മാറ്റി. എന്നിട്ട് 10 × 8 ചെയ്ത് 80, 2 × 8 16, എന്നിട്ട് 80 + 16 കൂട്ടി 96. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. 19 പെന്നുണ്ട്. ഓരോ പെന്നിന് 8 രൂപയാണെങ്കിൽ നമുക്ക് എത്ര പൈസ ആവശ്യം ഉണ്ടാവുമെന്ന് വെച്ചാൽ. അപ്പോൾ 19നോടടുത്ത് 20 അല്ല. അപ്പോൾ 20നോട് നമ്മൾ എന്താക്കുക, 8നെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് 20 പിന്നെ ഒരു പെന്നും കുറച്ചാൽ പോരെ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു 20 ഒരു പെന്ന് കുറച്ചാൽ 19 ആയില്ലേ. നമുക്ക് 19 പെന്നാണ് ആവശ്യം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം കാൽക്കുലേഷന് വേണ്ടിയിട്ട് സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് എന്താക്കുക, 20നോട് 8 ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ 20 × 8, 20 × 8 എന്താണ് 2 0ആണ്. 0 മാറ്റി വെക്കുക. അപ്പോൾ 2 × 8 16 അല്ലേ. 16ൻ്റെ കൂടുതൽ ആ 0 കൂടി കൊടുക്കുക. അപ്പോൾ 160 അല്ലേ. 160 എന്താക്കുക, ഒരു പെന്ന് കുറയ്ക്കണ്ടേ. 19ൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയിട്ടല്ലേ 20 നമ്മൾ ചെയ്തത്. അപ്പോൾ എന്താക്കുക, 160 8 അങ്ങ് കുറയ്ക്കുക. ഒരു പെന്നിൻ്റെ വില 8 അല്ലേ. അപ്പോൾ 160 8 കുറച്ച് എത്രയാ? 152 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഈ 19 പെൻ എന്നൊക്കെ പറയുമ്പോൾ ഈ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സുഖമായിട്ടുള്ള നമ്പർ ഏത് ഭാഗത്താണോ അവിടേക്ക് കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ കൂട്ടുകയാണെങ്കിൽ കൂട്ടുക. ഓക്കെ, ഇതാണ് എന്ത് ആ കാൽക്കുലേഷൻ മെത്തേഡ്. നോക്കൂ, 19 × 8 ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 19നെ നമ്മൾ എന്താക്കി, 20 - 1 ആക്കി. 20 - 1 ആക്കി × 8 അല്ലേ. പിന്നെ 20 × 8 - 1 × 8 അല്ലേ. പിന്നെ 20 × 8 എത്ര? 160. 1 × 8 8 അല്ലേ. 160 8 കുറച്ചാൽ 152. ഓക്കെ, അതിൻ്റെ പിക്ചറായിട്ടുള്ള ചെയ്യുന്നത് അങ്ങനെ കേട്ടോ. 20 ആക്കി പിന്നെ 8. ഓക്കെ, പിന്നെ എന്താണ് 19 1 - ചെയ്യാനുള്ളത് അല്ലേ. ഈ ഭാഗം 8 - ചെയ്യാനുള്ളത്. അങ്ങനെ വെച്ച് ചെയ്യാം കേട്ടോ. ഇനി എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ. നൗ സീ വെദർ യു ക്യാൻ ഡു ദ പ്രോബ്ലം ഇൻ യുവർ ഹെഡിൽ എന്താണ് മൈൻഡ് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പോൾ 15 × 6 അല്ലേ. 15 × 6 നമുക്ക് എങ്ങനെ ചെയ്യാം? 10 × 6 നമുക്ക് ചെയ്യാം അല്ലേ. 10 × 6. പിന്നെ ആദ്യം 10 × 6 ചെയ്ത് അപ്പോൾ 60 നീട്ടില്ലേ. പിന്നെ 5 × 6 എത്രയാണ്? 30. അപ്പോൾ എത്രയാണ്? 60 + 30 എത്രയാണ്? 90 അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നോക്കൂ, 15 × 6 15 എന്താക്കി 10 + 5 നീതി അല്ലേ. 10 + 5 × 6 പിന്നെ 10 × 6 + 5 × 6. ഇത് നേരെ ഇത് നമ്മുടെ സ്ഥലം ലേറ്റ് ആട്ടോ, തൊട്ട് താഴെ എഴുതിയത് നേരെ എഴുതേണ്ട വേണ്ടത് കേട്ടോ. അപ്പോൾ 10 × 6 + 5 × 6 അല്ലേ = 10 × 6 എത്ര? 60 + 5 × 6 എത്ര? 30. 60 + 30 എത്ര? 90. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത എന്താ വരുന്നത് നോക്കിയേ. അടുത്തത് 80 × 7 ആണ് അല്ലേ. 80 × 7 നമ്മൾ ഹെഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം നമുക്ക്? 80 × 7 നമുക്ക് 18നോട് അടുത്ത് 20 ആണ് അല്ലേ. അപ്പോൾ 20 × 7 നമുക്ക് ആദ്യം ചെയ്യാം. ഓക്കെ, എന്നിട്ട് 20ന്ന് 2 അല്ല കുറയ്ക്കുന്നത് 80 വരണമെങ്കിൽ. അപ്പോൾ 20 - 2 അല്ലേ. അപ്പോൾ നമുക്ക് 20 × 7 എത്രയാണ്? 0 മാറ്റി വെക്കുക. 2 × 7 140 അല്ലേ. 14 ആണ് അല്ലേ. 2 × 7 14 ആണ്. ആ 14 കൊടുത്തിട്ട് ആ 0 കൊടുക്കുക. അപ്പോൾ 140. ഓക്കെ, ഇനി 140ന്ന് നമുക്ക് എന്താക്കുക, 2 × 7 എത്രയാണ്? 14. ആ 18 കിട്ടണമെങ്കിൽ 20ന്നും 2 - ചെയ്യണ്ടേ. അപ്പോൾ 2 × 7 40 അല്ലേ. അപ്പോൾ 140 എന്താണ്? 14 കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 126 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പാക്കി എങ്ങനെ എഴുതാം? 80 × 7 =
ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പാക്കി ഇങ്ങനെ എഴുതാം അല്ലേ. 80 × 7 ഈസ് ഈക്വൽ ടു എന്താണ് 18 നമ്മൾ 20 - 2 × 7 പിന്നെ 20 × 7 - 2 × 7 ഈ 20 മൈനസ് ഈ 20ന് × 7ഉം മൈനസ് ഈ മൈനസ് 2 × 7 കേട്ടോ. ദെൻ എന്താ 20 × 7 എത്ര 140 മൈനസ് 2 × 7 14 ഇസ് ഈക്വൽ ടു 126. ഓക്കെ. ദെൻ അടുത്തത് എന്താ നെക്സ്റ്റ് 24 × 9 ആണ്. ഈ 24 × 9 നമുക്ക് ഏതെങ്കിലും ഇതാ 20 × 9 എന്ന് എഴുതാം അല്ലെ. പ്ലസ് 4 × 9 അല്ലെ. 20 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 × 9 18 ആണ്. 18 ആ 0 കൂട്ടി കൊടുക്കുക അല്ലെ. അപ്പോൾ 180 പ്ലസ് 4 × 9 എത്ര 36 അല്ലെ. അപ്പോൾ 180 പ്ലസ് 36 എത്രയാണ് 176 അല്ലെ. ആണോ? അല്ല, 180 അല്ലേ. 180നോട് പിന്നെ നമ്മൾ 36 കൂട്ടിയാൽ പിന്നെ താഴോട്ടേക്ക് വരിക അല്ല അല്ലേ. അപ്പോൾ എന്താണ് 180 പ്ലസ് 4 × 9 36 അല്ലേ. അപ്പം 180 പ്ലസ് 36 എത്രയാണ് 216 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റെപ്പാക്കി എഴുതാൻ നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 24 × 9 ഈസ് ഈക്വൽ ടു 24 നമുക്ക് 20 + 4 എഴുതുക × 9 അല്ലേ. ഇനി എന്താണ് ഈ 20നെ ഈ 9നോട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 20 × 9 പ്ലസ് 4 × 9. ഓക്കെ. ഈ ഇതിനെന്താണ് നമ്മൾ ഇതിനെ ഈ 20നെ ഈ ബ്രാക്കറ്റ് ഇല്ലേ ഈ 20നെ ഈ 9നോട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ഈ പ്ലസ് ആണ് കേട്ടോ. പിന്നെ 4നെ ഈ 9നോട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തത് കേട്ടോ. ഈ 20 × 9 എന്ന് പറഞ്ഞാൽ 180 പ്ലസ് 4 × 9 എന്ന് പറഞ്ഞാൽ എത്രയാ 36 അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്രയാണ് 216. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ 24 × 9 കഴിഞ്ഞ് ഇനി 29 × 8. അപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ സുഖമായിട്ടുള്ള ഏതാണ് 20 ആണോ 30 ആണോ? മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കുറയ്ക്കും വേണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 30നോട് മൾട്ടിപ്ലൈ അല്ലേ. അപ്പോൾ 30 × 8 എത്രയാണ് 30ൽ 0 മാറ്റി വെക്കുക. അപ്പോൾ 3 × 8 240 അല്ലേ. 240 മൈനസ് പിന്നെ 30നോട് 1 കുറച്ചാലല്ലേ 29 വരുന്നത്. അപ്പോൾ ഒരു 8 കുറയ്ക്കുക. അപ്പോൾ എത്ര നമുക്ക് 240 അല്ലേ. 240 മൈനസ് 8 ചെയ്ത് നോക്കുക. അപ്പോൾ 240 മൈനസ് 8 എത്രയാണ് 232 അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താക്കുക നമുക്ക് എങ്ങനെയാണിത് എഴുതുക സ്റ്റെപ്പിൽ എഴുതുക നോക്കുക. അപ്പോൾ 29 × 8 ആണല്ലേ. അപ്പോൾ 29 × 8നെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ. കണ്ടോ 29 × 8നെ നമ്മൾ എന്താക്കുക 29 നമ്മൾ 30 - 1 30 - 1 പറഞ്ഞാൽ 29 അല്ലേ. ഓക്കെ. അപ്പോൾ 30 - 1 × 8 എഴുതി. ഇനി 30 × 8 ഈ മൈനസ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്. നേരത്തെ ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് കൊടുത്തിരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ മൈനസ് ഇവിടെ കൊടുത്തു. പിന്നെ 1 × 8. ഓക്കെ. ഇനി 30 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 × 8 24 ആണ്. ഈ 0 അതിന് കൂടുതൽ കൊടുക്കുക. അപ്പോൾ 240 മൈനസ് 8. ഓക്കെ. 240 മൈനസ് 8 എന്ന് പറഞ്ഞാൽ എത്രയാണ് 232. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ എന്താണ് 99 × 6 ആണ് കേട്ടോ അടുത്തത്. അപ്പോൾ 99 × 6 നമുക്ക് എങ്ങനെ എഴുതാം 99ൻ്റെ അടുത്ത് വരുന്നത് ഏതാണ് 100 ആണോ അല്ലെങ്കിൽ 90 ആണോ 100 ആണ് അല്ലേ. അപ്പോൾ 100 × 6 ആദ്യം ചെയ്യുക. എന്നിട്ട് എന്താക്കുക ഒരു 6 മൈനസ് ചെയ്യുക. അപ്പോൾ 100 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് 100 × 6 600 അല്ലേ. 600 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് 594 അല്ലേ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ നോക്കുക. എങ്ങനെ സ്റ്റെപ്പ് ചെയ്യാം നമുക്ക് 99 × 6 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ സ്റ്റെപ്പിൽ എങ്ങനെ നമുക്ക് ചെയ്യാം 99 × 6 ഈസ് ഈക്വൽ ടു 99 നമുക്ക് 100 - 1 അല്ലേ. 100 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 99 അല്ലേ. അപ്പോൾ 100 - 1 × 6 എഴുതുക. ഇനി ഇതിന് 100 × 6 മൈനസ് ഈ മൈനസ് ആണ് കേട്ടോ മൈനസ് പിന്നെ ഈ 1 × 6. ഓക്കെ. അങ്ങനെ ചെയ്യാം. ഇതിനെ നമുക്ക് എന്താണ് ഇതിനെ കൊണ്ട് ആദ്യം ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെയോ ഇതിനെ കൊണ്ട് പിന്നെ ഇതും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ എന്താ ചെയ്യുന്നത് 100 × 6 എന്ന് പറഞ്ഞാൽ 600 മൈനസ് 1 × 6 എന്ന് പറഞ്ഞാൽ 6. ഓക്കെ. 600 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് 594 കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത് നമ്മളെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ. അടിയിൽ 2 വരെയൊക്കെ വരയ്ക്കുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. നെക്സ്റ്റ് എന്താണ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് അല്ലേ. ആൻഡ് ഡിവിഷൻ. അഡീഷൻ സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കുക അതെന്താ നോക്കാം. അഡീഷനും ഉണ്ട്. അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ പ്ലസ്, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മൈനസ്, പിന്നെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് അല്ലേ. ഇവിടെ നോക്കൂ ഇവിടെ ഈ പെൻ പ്രോബ്ലം എന്താക്കുക ഒന്ന് തിരിഞ്ഞു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ നേരത്തെ ചോദിച്ചത് എന്ത് ചെയ്യുന്നത് 12 പെന്നിന് ഒരു പെന്നിന് 8 രൂപ ആണെങ്കിൽ 12 പെന്നിന് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചത് എന്താണ് മറ്റേ രണ്ടും കൂടി ഇൻറ്റു ചെയ്യുന്നത് അല്ലേ. ഒരു പെന്നിന് 8 ആണെങ്കിൽ 12 പെന്നിന് എത്ര രൂപയാണെന്ന് വെച്ചാൽ
12 × 8 നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എന്താ ചോദിക്കുന്നത്? 6 റുപ്യാണ് ഒരു പെന്നിന്. ഒരു പെന്നിന് എത്രയാണ്? 6 രൂപ അല്ലേ? അങ്ങനെയാണെങ്കിൽ 78 റുപ്യക്ക് എത്ര പെന്ന് വാങ്ങാം? അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുക? 78 / 6 ഡിവൈഡ് അവിടെ ചെയ്യേണ്ടത് അല്ലേ? 78 റുപ്യനോട് എത്ര പെന്ന് വാങ്ങാന്ന് വെച്ചാൽ ഒരു പെന്ന് എത്ര? 6 രൂപയാണ്. അപ്പോൾ 78 / 6 ആണ് ചെയ്യുക അല്ലേ? അപ്പോൾ എത്ര പെന്ന് വാങ്ങാനുള്ളത് നമുക്ക് ഇതേ നോക്കാം. 78 രൂപയാണ് അല്ലേ? 6 പെന്നുമാണ്, 6 രൂപയാണ് ഒന്നിന് അല്ലേ? അപ്പോൾ നമുക്ക് 6ന്റെ എന്താണ്? നമുക്ക് 10 × 6 എന്ന് പറഞ്ഞാൽ 60 അല്ലേ? അപ്പോൾ 60 അല്ലേ? അപ്പോൾ 10 പെന്നിന് എത്രയാണ്? 60 രൂപ അല്ലേ? ഒരു പെന്നിന് 6 ആണെങ്കിൽ 10 പെന്നിന് എത്രയാണ്? 60 രൂപ. ഓക്കെ, 10 പെന്നിന് 60 രൂപ കേട്ടോ. പിന്നെ ഈ 60 ന്ന് 78 ന്ന് 60 കുറച്ച ബാക്കി എത്രയാണ് ഉള്ളത്? 18 അല്ലേ? അപ്പോൾ 18 / 6 എത്രയാണ്? 3 അല്ലേ? അപ്പോൾ ഇവിടെ 10 പെന്നിനല്ലേ 60, 60 + 18 / 6 എത്രയാണ്? 3 അല്ലേ? 10 + 3 എത്രയാണ്? 13 പെന്ന് വാങ്ങാം അല്ലേ? ഇവിടെ നോക്കൂ, ആ കണക്ക് നോക്കൂ. ആദ്യം 60നോടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? 78 നമ്മൾ 60ഉം 18ഉം ആക്കി മാറ്റി. 60 ആക്കി നമുക്ക് അറിയാം എന്ത്? 6ന്റെ എന്താണ്? 60നോട് 6 ഡിവൈഡ് ചെയ്താൽ 10 ആണെന്ന് അറിയാം. പിന്നെ 18നെ 6 ഡിവൈഡ് ചെയ്താൽ 3 ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ 78 / 6 എത്രയാണ്? ഈ 10 + 3 ചെയ്താൽ മതി അല്ലേ? 13. ഓക്കെ, ദെൻ നോക്കൂ, 78 / 6നെ നമുക്ക് എന്താക്കി? 60 + 18 എഴുതി അല്ലേ? 78നെ 60 + 18 എഴുതി, / 6 എഴുതി അല്ലേ? ദെൻ 60 / 8 ഇതിനെ എന്താണ്? ഇതിനും ബാധകമാണ്, അതുപോലെ ഇതിനും ബാധകമാണ് അല്ലേ? അപ്പോൾ നമുക്ക് 16 / 6, പിന്നെ ഈ പ്ലസ് ആണ് ഇവിടെ എഴുതുന്നത് കേട്ടോ, പ്ലസ് പിന്നെ 18 / 6. ഓക്കെ, 16 / 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. പിന്നെ ഈ പ്ലസ് ഇവിടെ എഴുതി അല്ലേ? പിന്നെ 18 / 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 അല്ലേ? 10 + 3 എത്രയാണ്? 13 അല്ലേ? ഇതാണ് നമ്മൾ ആൻസർ വരിക കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താ നോക്കൂ, വേറൊരു പ്രോബ്ലം. ഹൗ മെനി പെൻസ് at 6 rupees ഈച്ച് ക്യാൻ ബി ബോട്ട് വിത്ത് 108 rupees? എന്താണ്? 6 രൂപേൻ്റെ എത്ര പെന്നുകൾ വാങ്ങാം ഈ 108 റുപ്പീസിനോട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 108 റുപ്പീസിനോട് എത്ര എണ്ണം വാങ്ങാൻ പറ്റും നമുക്ക് നോക്കൂ. ഈ 108നെ നമുക്ക് എന്താക്കാം? ഈ 6ന്റെ ഏതെങ്കിലും മൾട്ടിപ്ലൈ വരുന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിന് എന്താക്കുക? നമുക്ക് മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 108നെ നമുക്ക് എന്താക്കുക? 120 മൈനസ് 120 എന്താണ്? 12 അല്ലേ? 120 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 108 അല്ലേ? അപ്പോൾ എന്താക്കുക? 120നോട് എത്ര പെന്ന് വാങ്ങാൻ പറ്റും? 6ന്റെ എത്ര? 20 പെന്ന് വാങ്ങാൻ പറ്റും അല്ലേ? അപ്പോൾ 20 പെന്ന് അവിടെ വെക്കുക. ഓക്കെ, പിന്നെ എന്താണ്? 12 റുപ്പീസ് ബാക്കി അവിടെ കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ 12 റുപ്പീസിനോട് എത്ര പെന്ന്? 2 പെന്ന് അല്ലേ? അപ്പോൾ 120 നമുക്ക് എത്രയാണ് നേരത്തെ കിട്ടിയിരുന്നത്? 12 അല്ലേ കിട്ടിയിരുന്നത്? അല്ല, 120നെ എന്താണ് 6നോട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 20 കിട്ടി. ഓക്കെ, 120നെ 6നോട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത്? 20 കിട്ടി. ഓക്കെ, ദെൻ പിന്നെ അവിടെ വരുന്നത് എന്താണ്? നോക്കൂ, ഇവിടെ നോക്ക്. ഈ 108 നമ്മൾക്ക് 120 മൈനസ് 12 എഴുതി. ഓക്കെ, ഇനി 120നെ 6നോട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്താക്കി? 20 കിട്ടി. ഇനി 12 അവിടെ കിടക്കുന്നില്ലേ? അപ്പോൾ 12നെ 6നോട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2 കിട്ടി. ഇനി 20ന്ന് ഈ 2 അങ്ങ് കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ എന്താണ്? 18. അപ്പോൾ 108 എന്താണ് റുപ്പീസിന് എത്ര പെന്ന് വാങ്ങാം? 6 റുപ്യൻ്റെ 18 പെന്ന് വാങ്ങാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്താൽ നമുക്ക് പ്രോബ്ലം എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ്? മെൻ്റലി ആയിട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ? അപ്പോൾ 39 / 3. 39 / 3. അപ്പോൾ 39ൻ്റെ അടുത്തത് അവർക്ക് 39 ആണ് അല്ലേ? അപ്പോൾ 39 / 3 എന്ന് പറയുമ്പോൾ 30 അല്ലേ? 13 / 3 എന്ന് പറഞ്ഞാൽ എത്ര? 10 അല്ലേ? പിന്നെ ബാക്കി അവിടെ 9 അല്ലേ? 30 + 9 ആണല്ലോ വരുന്നത് അല്ലേ? അപ്പോൾ 9 / 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പോൾ 10 + 3 എത്രയാണ്? 13 അല്ലേ? 39 / 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13, 13. നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് വെച്ച് ചെയ്തുകൂടെ? നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. എങ്ങനെ ചെയ്യേണ്ടത്? 39 / 3 ഈ 39 നമ്മൾക്ക് എന്താക്കി? 30 + 9 എഴുതി അല്ലേ? അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ വരുന്നതായിരിക്കണം കേട്ടോ. നമ്മൾ ഏത് പ്ലസ് ചെയ്യുകയാണെങ്കിലും എന്നാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ 39 നമുക്ക് 30 + 9 എന്ന് പറയാം. 30ൽ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം, 9ലും 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 30 / 3. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ചെയ്താൽ 39 / 3 30 + 9 ബ്രാക്കറ്റ് കൊടുക്കുക, ഡിവൈഡഡ് ബൈ 3. പിന്നെ താഴെ അടുത്ത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 13 / 3 + 9 / 3. പിന്നെ താഴെ എന്ത് കൊടുക്കുക? 30 / 3 എത്രയാണ്? 10. 10 + 9 / 3 എത്രയാണ്? 3 അല്ലേ? 10 + 3 13. ഓക്കെ, നെക്സ്റ്റ് 52 / 4 ആണ് കേട്ടോ. അപ്പോൾ 52 / 4 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 4ന്റെ ഏതെങ്കിലും ടേബിൾ മൾട്ടിപ്പിൾ നോക്കുക, ഇതിലേക്ക് എടുക്കുക എന്നുള്ളത്.
അപ്പോൾ എന്താണ് 4ന്റെ 40 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 40 പ്ലസ് പിന്നെന്താ 12 അല്ലേ. 40 പ്ലസ് 12 52നെ നമുക്ക് എന്താക്കാം 40 പ്ലസ് 12 ആക്കാം. 52 കിട്ടൂലേ. 40 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ എത്രയാ 52 അല്ലേ. അപ്പോൾ 14 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാ 10. 10 പ്ലസ് പിന്നെ 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 3. 10 പ്ലസ് 3 എത്രയാ 13 അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യാട്ടത്. ദെൻ നെക്സ്റ്റ് 125 ഡിവൈഡഡ് ബൈ 5. 125 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? ഇതും അങ്ങനെ ഇതിന് ആൻസർ നമ്മുടെ ഇങ്ങനെ എഴുതി തരാം കേട്ടോ. ഫസ്റ്റത്തെ എത്രയാണ് 13 കേട്ടോ. 13 ആണ്. ഓക്കെ. ഈ രണ്ടാമത്തെ എന്താണ് 13 13 അല്ലേ. ഓക്കെ. മൂന്നാമത്തെ നോക്കൂ 125 ഡിവൈഡഡ് ബൈ 5 ആണ് കേട്ടോ. അപ്പോൾ ഈ 125 നമ്മൾ 100 പ്ലസ് 25 എന്ന് എഴുതാം. അപ്പോൾ 100 പ്ലസ് 25 എന്ന് പറയുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര എന്താ 100ൽ എത്ര 5 ഉണ്ട്? 20 അല്ലേ. 20 പ്ലസ് പിന്നെ 25 എത്ര 5 ഉണ്ട്? 5 അല്ലേ. 20 പ്ലസ് 5 എത്രയാ 25. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ആൻസർ കിട്ടുക 25 അല്ലേ. 125 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുക 25. ഇനി അടുത്ത് 396 ഡിവൈഡഡ് ബൈ 4 അല്ലേ. അപ്പോൾ 396 ആണ് അല്ലേ. 4ന്റെ മൾട്ടിപ്പിൾ വരുന്നത് ഏതാണ്? 400 നോക്കാം നമുക്ക് അല്ലേ. 400 മൈനസ് എത്രയാ 396 വരുന്നത് 4 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക അതിനെ 400 മൈനസ് 4 അല്ലേ. അപ്പോൾ 400 ബൈ 4 എത്രയാണ് 100 അല്ലേ. 100 പ്ലസ് 100 മൈനസ് പിന്നെ എത്രയാണ് 4 ഡിവൈഡഡ് ബൈ 4 എത്രയാണ് 1 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 99 കിട്ടും കേട്ടോ. ഓക്കെ. 396നെ നമുക്ക് എന്താക്കുക 400 മൈനസ് 4 എന്ന് എഴുതിയാൽ പോരെ. 400 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 അല്ലേ. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 100 അല്ലേ. പിന്നെ മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 അല്ലേ. 100 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 99 അല്ലേ. അപ്പോൾ 396 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 99 അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്ക് 135 ഡിവൈഡഡ് ബൈ 15 ആണ് കേട്ടോ. അപ്പോൾ 135 ഡിവൈഡഡ് ബൈ 15. ഇപ്പോൾ 15ന്റെ മൾട്ടിപ്പിൾ വരുന്നത് ഏതാ വരുന്നത് നോക്കൂ. 150 കൊടുത്താലോ. യെസ് അല്ലേ. 135നെ നമുക്ക് എന്താക്കാം 150 മൈനസ് 15 അല്ലേ. 150 മൈനസ് 15 എന്ന് പറഞ്ഞാൽ 135 അല്ലേ. ഓക്കെ. അപ്പോൾ 150 മൈനസ് 15 ഡിവൈഡഡ് ബൈ 15 കൊടുക്കുക. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 15 മൈനസ് 15 ഡിവൈഡഡ് ബൈ 15 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം 150 ഡിവൈഡഡ് ബൈ 15 എത്രയാ 10 മൈനസ് പിന്നെ 15 ഡിവൈഡഡ് ബൈ 50 എത്രയാ 1. 10 മൈനസ് 1 എത്രയാ 9 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് 9 കേട്ടോ. ഓക്കെ. ദെൻ അടുത്തെന്താ നെക്സ്റ്റ് റിമൈൻഡേഴ്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പ്ലസ് വെച്ചിട്ടില്ലേ. അപ്പോൾ അതായത് മൈനസ് ഒക്കെ വെച്ചിട്ടില്ലേ. അപ്പോൾ 15നെ 150 മൈനസ് 15 ആണ് 135 എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. 39നെ എങ്ങനെ ഇത് ചെയ്യുക 39നെ നമുക്ക് ഇവിടെ ചെയ്ത് എങ്ങനെയാണ് 30 പ്ലസ് 9 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ. ഇനി ഈ 17നെ എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളതാണ് അല്ലേ. അതിൻ്റെ 5 അല്ലേ. ടേക്കും എന്താണ് റിമൈൻഡർ ലെസൺ ഡിവിഷൻ മെത്തേഡ് നോക്കൂ. 17 and 5 ആണ് അല്ലേ. അപ്പോൾ 17നെ നമുക്ക് ഈ 5ന്റെ മൾട്ടിപ്പിൾ വെച്ച് എങ്ങനെ എഴുതാന്നുള്ളതാണ്. അപ്പോൾ 3 × 5 എന്ന് പറഞ്ഞാൽ 15. 15 പ്ലസ് 2 അല്ലേ 17 ഇങ്ങനെ ചെയ്യുക അല്ലേ. അതുപോലെ നോക്കൂ 37നെ നമുക്ക് എന്താക്കുക 37നെ 10-നെതിരെ 3 × 10 പ്ലസ് 7 എഴുതാം അല്ലേ. 30 പ്ലസ് 7 37. ഓക്കെ. ഈ 30 പ്ലസ് 37നെ നമ്മൾ 13 പ്ലസ് 7 ആക്കി. ആ 30നെ 3 × 10 ആക്കി. അതുപോലെ ഈ 17നെ നമ്മൾ എന്താക്കി 15 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 7 അല്ലേ. ആ 15നെ 3 × 5 എന്ന് എഴുതി. ഓക്കെ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി എന്താ ഇവിടെ പറയുന്നത് നോക്കൂ. 425ന് നമുക്ക് എന്താക്കാം 420 പ്ലസ് 5 എന്ന് എഴുതി കൂടെ. 425 എന്ന് പറഞ്ഞാൽ 420 പ്ലസ് 5 ആണ് അല്ലേ. അപ്പോൾ 420 പറഞ്ഞാൽ എത്ര 42 × 10 എഴുതാം. 42 × 10 എന്ന് പറഞ്ഞാൽ എത്ര 420 അല്ലേ. പിന്നെ പ്ലസ് 5. ഓക്കെ. ഇനി നോക്കുക നമുക്ക് ഇവിടെ 34നെ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കിയാൽ 34നെ 30 പ്ലസ് 4 34 അല്ലേ. 30 പ്ലസ് 4 34. ഈ 3 അപ്പോൾ 30നെ നമുക്ക് എന്താക്കി 3 × 10 എഴുതി. ഓക്കെ. 3 × 10 30 പ്ലസ് 4 അല്ലേ. അങ്ങനെ എഴുതി. ഈ 3 × 10 നമുക്ക് നോക്കൂ. ഈ 3നെ അവിടെ വെച്ചു. 10നെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. 10നെ നമുക്ക് 2 × 5 എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താക്കുക ഇതിനെ 3 × 2 × 5 പ്ലസ് 4 എന്ന് എഴുതി. കണ്ടോ. ഇനി 3 × 2നെ നമ്മൾ 6 എന്ന് എഴുതി. ഇൻറ്റു ഈ 5ന് അതേപോലെ ചെയ്യും. അപ്പോൾ 6 × 5 4 എന്ന് എഴുതി. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ ഈ ഇതൊക്കെ എന്തിനാണ് വരുന്നത് 4 റിമൈൻഡർ വരുന്നതാണ് അല്ലേ. 34നെ 4നോട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് കിട്ടും 4 കിട്ടും അല്ലേ. ഇതാണ് 34 ഡിവൈഡഡ് ബൈ 4 ഗീവ്സ് റിമൈൻഡർ 4. ഇവിടെ എന്താ 34 ഡിവൈഡഡ് ബൈ 4 അല്ല 5 ആണ് കേട്ടോ. ഈ ഇവിടെ നമ്മൾ എന്താണ് ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ.
അപ്പോൾ എന്താണ് 34 ഈസ് ഡിവൈഡഡ് ബൈ 5 ഗീവ്സ് റിമൈൻഡർ 4. അപ്പോൾ 34നോട് 5 ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടുക 4 ആണ് കേട്ടോ. ഓക്കെ, ദെൻ നോക്കൂ ഇവിടെ ഇനി 35നെയാണ് ഇപ്പോൾ 34ന്റെ സ്ഥാനത്ത് 35നെയാണ് എന്താക്കുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെ ആകുമ്പോൾ 35 നമുക്ക് എങ്ങനെ എഴുതാം 3 × 10 30 + 5 എന്ന് എഴുതിക്കൂട്ടെ. 35നെ 3 × 10 എഴുതാം 13 അല്ലേ. പിന്നെ +5 എഴുതാം. ഇനി എന്താക്കുക 10നെ എന്താക്കി 2 × 5 എഴുതി അല്ലേ. അപ്പോൾ 3 × 2 × 5 + 5 ദെൻ എന്താണ് 3 × 2നെ 6 × 5 + 5 അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ റിമൈൻഡർ 5 ആവൂല അല്ലേ, കാരണം എന്താ 5നോടാണല്ലേ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് 6 5 എന്താണ് ഫസ്റ്റ് 5 ആഡഡ് ഫസ്റ്റ് 6 5 മേക്ക് 7 5 അല്ലേ. ആദ്യത്തെ 6 5കളോട് എന്താണ് ഇവിടെ 6 × 5 അല്ലേ, അതിനോട് ഒരു 5 കൂടി കൂടുമ്പോൾ 7 5 ആവില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ റിമൈൻഡർ ഉണ്ടാവില്ല അല്ലേ. ദെൻ നമുക്ക് അപ്പോൾ 35നെ ഇതാ 7 × 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ റിമൈൻഡർ 0 ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് എന്താക്കാം ഓരോന്നും 36 37 38 39 ഒക്കെ റിമൈൻഡർ 1 2 3 4 എന്ന് വരും അല്ലേ. വരില്ലേ 5നോട് ഡിവൈഡ് ചെയ്താൽ അല്ലേ. 36 ഡിവൈഡഡ് ബൈ 5 എത്രയാണ് 35 ഡിവൈഡഡ് ബൈ 5 7 ആണ് അല്ലേ. അവിടെ ഒന്ന് ബാലൻസ് വന്നില്ലേ, ഒന്ന് റിമൈൻഡർ വന്നില്ലേ. ഓക്കെ, അത് 37 ആണെങ്കിൽ 2 വരും, 38 ആണെങ്കിൽ 3 വരും, 39 ആണെങ്കിൽ 4 വരും അല്ലേ. ഓക്കെ, 14ലാണെങ്കിലോ റിമൈൻഡർ ഉണ്ടാവില്ല, റിമൈൻഡർ 0 ആയിരിക്കും അല്ലേ. അപ്പോൾ 5ലേക്ക് അങ്ങ് എടുക്കും. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇവിടെ വരുന്നത് 37നെ നമുക്ക് 3 × 10 എഴുതാം +7 അല്ലേ. 37 30 + 7 പിന്നെന്താ പറയുക 10നെ 2 × 5 എന്ന് കൊടുക്കുക അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ 5 × 2 എന്ന് എഴുതിയാലും ശരിയാണ് അല്ലേ. അപ്പോൾ 3 × 5 50 × 2 + 7 അല്ലേ. 50 × 2 + 7 എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 2 വി മസ്റ്റ് സ്പ്ലിറ്റ് 7 ഓൾസോ ആസ് 2 ടൈംസ് എ നമ്പർ ആൻഡ് റിമൈൻഡർ അല്ലേ. അപ്പം നോക്കൂ ഈ 7നെ നമ്മൾ എന്താക്കി എഴുതി 50 × 2 + 7 അല്ലേ. ഈ 7നെ നമ്മൾ 3 × 2ന്റെ ഇതിലാക്കി എഴുതി അല്ലേ. 2നോടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 3 × 2 പിന്നെ അവിടെ എന്താ ബാക്കി ബാലൻസ് വന്നത് 1 ആണ് അല്ലേ. 6 ആണ് അല്ലേ. 6 + 1 ആണ് എന്ത് 7. അപ്പോൾ 6നെ 3 × 2 എന്ന് എഴുതി അല്ലേ. അപ്പോൾ ഇതിലേക്ക് കൊടുത്താൽ 2ലേക്ക് ഇത് കൊടുത്താൽ എന്ത് നമുക്ക് എഴുതാ 37 = 50 × 2 അങ്ങനെ എഴുതി. 37 = 50 × 2 അതിന് ഈ 7നെ 3 × 2 + 1 എഴുതി കണ്ടോ അവിടെ എഴുതിയത്. ഇനി നമുക്ക് എന്താക്കുക അത് രണ്ടിലും കോമൺ അല്ലേ. അപ്പോൾ 15 + 3 18 80 × 2 + 1. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്രയാണ് 1 ആണ് അല്ലേ. ഓക്കെ, ദെൻ ഇനി എന്താണ് 37ന് പകരം 38 ആണെങ്കിലോ എന്നാ. അപ്പോൾ 38നെ നമ്മൾ എന്താക്കി 2ന്റെ മൾട്ടിപ്ലൈ ആക്കി എഴുതുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്താക്കുക 3 × 10 30 + 8 ആണ് 38 അല്ലേ. അപ്പോൾ 3 × 10 എന്ന് പറഞ്ഞാൽ 30നെ 3 × 10 എഴുതി. പിന്നെ ഈ 10നെ 5 × 2 എന്ന് എഴുതി. അപ്പോൾ 3 × 5 50 × 2 എന്ന് എഴുതി. ഇനി 8നെ 4 × 2 എന്ന് എഴുതി. അപ്പോൾ 90 × 2 ആണല്ലേ. അപ്പോൾ അവിടെ എന്താണ് റിമൈൻഡർ ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നും റിമൈൻഡർ ഇല്ലാത്തതും ഇതൊക്കെ ഉണ്ട്. ഇനി 429 നോക്കിയേ 429 400 + 29 എഴുതാം അല്ലേ. അപ്പോൾ 400 എന്ന് പറയുമ്പോൾ 4 × 100 + 29 എഴുതി. അപ്പോൾ 29 നമുക്ക് എന്താക്കാം ഏതിലെ വരുന്നത് 429 വൺസ് ആണ് ഇവിടെ വരുന്നത് അല്ലേ. 429 വൺസും ആണ് വരുന്നത്. അതായത് 429നെ 100നോട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 29 റിമൈൻഡർ കിട്ടും. ഇനി എന്താണ് നമ്പേഴ്സ് കൂടിയാലും നോക്കൂ ഇതിനെ 100നോട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താണ് 54 ആണ് എന്ത് കിട്ടുക റിമൈൻഡർ കിട്ടുക അല്ലേ. ഇനി ഈ നമ്പറിനെ നമ്മൾ 100നോട് ഡിവൈഡ് ചെയ്താൽ 47. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് ജനറൽ ആയിട്ടുള്ളത് ഫോർ എനി നമ്പർ വിത്ത് 3 or more digit the remainder on dividing it by 100 is the number found by the last 2 digit. അപ്പോൾ ഏത് നമ്പറിനോട് നമ്മൾ 100 ഡിവൈഡ് ചെയ്താൽ എന്താണ് ആ ലാസ്റ്റത്തെ 2 നമ്പർ ആയിരിക്കും അതിൻ്റെ റിമൈൻഡർ വരിക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് ഇവിടെ നോക്കിയാൽ 100 = 25 × 4 ആണ് അല്ലേ. ഇവിടെ 329 നമുക്ക് എന്താക്കാം 100 × 3 എന്ന് എഴുതാം അല്ലേ. 100 × 3 + 29. ഓക്കെ, അപ്പോൾ ഈ 100നെ നമുക്ക് എങ്ങനെ എഴുതാം ഈ 3നെ എഴുതി 25 × 4 എന്ന് എഴുതാം. ഇവിടെ നിന്നല്ലേ 100നെ 25 × 4 എന്ന് എഴുതി അല്ലേ +29. ഇനി 3 × 25 എന്ന് പറയുമ്പോൾ 75 അല്ലേ. 75 × 4 + 29. അപ്പോൾ എന്താ ഇവിടെ വരുന്നത് ടു ഫൈൻഡ് ഈ 4ന്റെ ഡിവിഷനാണ് വരുന്നതെങ്കിൽ എന്താണ് അവിടെ റിമൈൻഡർ ഈ 29 നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണം 4ന്റെ കേസിൽ അല്ലേ. അപ്പോൾ ഈ 29 നമ്മൾ വീണ്ടും 4ന്റെ കേസിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ് 7 × 4 + 1 അല്ലേ 28 + 1 അല്ലേ 29. അപ്പോൾ 28നെ നമുക്ക് 7 × 4 അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇനി അപ്പോൾ എന്താക്കി നമുക്ക് ഈ 329നെ 75 × 4 + ഈ
7 × 4 + 1 അല്ലേ, അങ്ങനെ ചെയ്തു. പിന്നെ ഇതെന്താണ് 75 + 7 എന്ന് പറയുമ്പോൾ 82 × 4 + 1. അവിടെ റിമൈൻഡർ എത്രയാണ് 329നെ 4 ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടും അല്ലേ. ഓക്കെ, ഫോർ എനി നമ്പർ വിത്ത് 2 or more digit the remainder on dividing it by 4 as the remainder on dividing the last 2 digit of the number by 4. ഓക്കെ, ദെൻ ഇനി എന്താ നോക്കൂ, ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഫൈൻഡ് വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ആർ ഡിവിസിബിൾ ബൈ 2, 4, 5 or 10. ഫോർ ദ അതേഴ്സ് ഫൈൻഡ് ദ റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ ഈച്ച് ഓഫ് ദിസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, 2നോട് 4നോട് 5നോട് 10നോട് നിങ്ങൾ എന്താക്കുക, ഈ 4 നമ്പർ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് റിമൈൻഡർ കിട്ടാത്ത ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ റിമൈൻഡർ കിട്ടുന്നത് എഴുതുക. ആദ്യം നിങ്ങൾ 3624നെ 2നോട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആൻസർ എത്രയാണെന്ന് നോക്കി എഴുതുക. അതിന് റിമൈൻഡർ ഉണ്ടാവില്ലല്ലോ അല്ലേ, 0 ആയിരിക്കും റിമൈൻഡർ. പിന്നെ 4നോട് ഡിവൈഡ് ചെയ്യുക. 4നോട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ ഉണ്ടാവില്ല അല്ലേ. 5നോട് എന്താണ് ഡിവൈഡ് ചെയ്താൽ എന്താ റിമൈൻഡർ ഉണ്ടാവും അല്ലേ. അതുപോലെ 10നോട് ഡിവൈഡ് ചെയ്താലും എന്താണ് റിമൈൻഡർ ഉണ്ടാവും. അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. 2നോട് 4നോട് 5നോട് 10നോട് നിങ്ങൾ എന്താക്കുക, അത് ഡിവൈഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് 3625നെ അതേപോലെ തന്നെ 2നോടും 4നോടും 5നോടും 10നോടും ഡിവൈഡ് ചെയ്യുക. പിന്നെ 3626നെ അതേപോലെ തന്നെ ആദ്യം 2നോട് ഡിവൈഡ് ചെയ്യുക. പിന്നെ എന്താണ് കഴിഞ്ഞിട്ട് 6നോട് ഡിവൈഡ് ചെയ്യുക, 4നോട് ഡിവൈഡ് ചെയ്യുക, 5നോട് ഡിവൈഡ് ചെയ്യുക, 10നോട് ഡിവൈഡ് ചെയ്യുക. പിന്നെ 3630നെ അതേപോലെ തന്നെ എന്താണ് ഡിവൈഡ് ചെയ്യുക. അപ്പം റിമൈൻഡർ ഇതിൽ തീരെ വരാത്ത റിമൈൻഡർ ഏതാണോ അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് ഏതാണ് 3630 ആണ് അല്ലേ, 3നും റിമൈൻഡർ വരാത്തത്. അല്ല 4ൽ ഡിവൈഡ് ചെയ്താൽ എന്താണ് റിമൈൻഡർ വരും അല്ലേ. നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എനി 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് 1 ഓഫ് ദം വിൽ ബി ഡിവിസിബിൾ ബൈ 5. എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് സോ. എന്താണ്, ഏതെങ്കിലും 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൽ ഒന്ന് എന്താണ് 5, അതായത് 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്താ, അടുത്തടുത്ത ഏതെങ്കിലും 5 നാച്ചുറൽ നമ്പർ എടുക്കുക. കേട്ടോ, അതിൽ ഒന്ന് എന്താണ് 5നോട് ഡിവിസിബിൾ ഡിവൈഡ് ചെയ്യുമ്പം എന്താണ് അത് 5നോട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് റിമൈൻഡർ വരൂല. അതെന്തുകൊണ്ടാണ്? കാരണം എന്താ, 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ അല്ലേ. അതെന്താന്നാലും 5ന്റെ മൾട്ടിപ്പിൾ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ 5ന്റെ മൾട്ടിപ്പിൾ ഉണ്ടാകുമ്പോൾ എന്താണ് അത് അതിന്റെ റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർ എനി നമ്പർ വിത്ത് 3 or more digit the remainder on division by 8 is the remainder on dividing the number by the last 3 digit of the number by 8. Explain why this is so. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഫോർ എനി നമ്പർ വിത്ത് 3 or more digit, 3ഓ അതിൽ കൂടുതലോ എന്താ ഡിജിറ്റുകളുള്ള ഒരു സംഖ്യയെ, ഒരു നമ്പറിനെ ഡിവിഷൻ ബൈ 8 എന്താണ്, ഒരു നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡർ ഈ നമ്പറിന്റെ അവസാനത്തെ 3 ഡിജിറ്റ്സ്, ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ചേർന്ന ആ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡർ തന്നെയാണ് എന്ന് എന്തുകൊണ്ടാണ് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും നമ്പർ 3 or more ഡിജിറ്റ്, 3ഓ 4ഓ 5ഓ ഡിജിറ്റ് ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനത്തെ ഒരു നമ്പറിനെ എന്താണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡർ ആ നമ്പറിന്റെ അവസാനത്തെ 3 അക്കങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ 526 എടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ 4 ഡിജിറ്റ് എടുക്കുക നമുക്ക്. അപ്പോൾ എന്താ 4526 എടുക്കുക. അപ്പോൾ ലാസ്റ്റത്തെ 3 ലാസ്റ്റ് 3 ഡിജിറ്റ് ഇല്ലേ, അപ്പോൾ എത്രയാ 526 അല്ലേ. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 8നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ റിമൈൻഡർ തന്നെയാണെന്ന് വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് വിശദീകരിച്ചൂടെ? അപ്പോൾ ഇതെങ്ങനെ ആയിരിക്കും നോക്കൂ മക്കളെ. 3 or more അല്ല, 4 അവർ കേട്ടോ. 3 എന്നല്ല വരിക, 4 എന്ന് 1000 ആണ് അല്ലേ. അപ്പോൾ ഫോർ എനി നമ്പർ വിത്ത് 4 or more digit the remainder on division by 8 is the remainder on dividing the number by the last 3 digit of the number by 8. Explain why this is so. അപ്പോൾ നമുക്കറിയാം എന്ത് 1000നോട് ഇപ്പോൾ 4 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നോക്കൂ. 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുക. എത്രയാണ്? ഒരു 3, 2, 4, 6
4 ഡിജിറ്റ് നമ്പർ അല്ലേ. അപ്പോൾ ഇതെന്താണ് നമുക്ക് ഇത് 3 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഈ 3 എന്താണ് 1000ന്റെ ഭാഗമാണ് വരുന്നത് അല്ലേ. ഇത് 1000ന്റെ ഭാഗമല്ലേ. അപ്പോൾ ലാസ്റ്റത്തെ ഈ നമ്പർ നമ്മൾ എന്താണ് 1000 അതായത് 8 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ നമ്പർ എന്താണ് നിങ്ങൾ ചെയ്ത് നോക്കുക. 1000 ഡിവൈഡഡ് ബൈ 8 എത്രയാണ് നമുക്ക് കിട്ടുക? 125 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഏത് നമ്പർ എടുക്കുകയാണെങ്കിൽ ഈ 3000 ഡിവൈഡഡ് ബൈ 8 എത്ര 3000 ഡിവൈഡഡ് ബൈ 8 375. 1000 ഡിവൈഡഡ് ബൈ 8 എത്രയാണ്? 125. പിന്നെ 2000 ഡിവൈഡഡ് ബൈ 8 എത്രയാണ്? 275 അല്ലേ. അപ്പോൾ 4 ഡിജിറ്റ് നമ്പറായ 1000ന്റെ അവിടെയൊക്കെ വരുമ്പോൾ 8ന്റെ എന്താണ് 8ന്റെ റിമൈൻഡർ അവിടെ വരുന്നത് എന്താണ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ഈ 3 ഡിജിറ്റ് നോക്കിയാൽ മതി. ലാസ്റ്റത്തെ ഈ 3 ഡിജിറ്റിന്റെ ഡിവിഷൻ നോക്കിയാൽ മതി. എന്ത് ശരിക്കും ഈ 8 അതായത് 8 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്നുള്ളത് നോക്കണമെങ്കിൽ ഈ ലാസ്റ്റത്തെ ഈ 3 ഡിജിറ്റിന്റെ നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം നമുക്ക് 3246 ഡിവൈഡ് ബൈ 8 ചെയ്ത് നോക്ക്. ഈ ലാസ്റ്റ് വരുന്ന 246ന്റെ റിമൈൻഡർ ഞാൻ നോക്കിയാൽ മതി. ഇനി 43,346 ആയിക്കോട്ടെ, എന്നാലും നിങ്ങൾ എന്താക്കുക ലാസ്റ്റത്തെ ഈ 3 ഡിജിറ്റ് നോക്കിയാൽ മതി കേട്ടോ. കാരണം എന്താണ് ഈ 3 ഡിജിറ്റ് നമ്പറിൽ അതായത് ഈ 1000ന്റെ കേസിൽ എന്താണ് അവിടെ റിമൈൻഡർ 0 ആയിരിക്കും. അതുകൊണ്ട് ലാസ്റ്റത്തെ ഈ 3 ഡിജിറ്റ് നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾ. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഇതിലാക്കി എഴുതാം? എഴുതാം എങ്ങനെ എഴുതാം? അപ്പോൾ 1000ഉം 3 ഡിജിറ്റും ആണല്ലേ അല്ലേ. 1000സും പിന്നെന്താ 3 ഡിജിറ്റും ആണല്ലോ വരുന്നത്. അപ്പോൾ എങ്ങനെ 1000s ആർ ഡിവൈഡഡ് ബൈ 8. റിമൈൻഡർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ലാസ്റ്റ് 3 ഡിജിറ്റ് ബൈ 8 അല്ലേ. എന്താണ് ഒന്നുകൂടി പറഞ്ഞുതരാം. 1000s ആർ ഡിവൈഡഡ് ബൈ 8. റിമൈൻഡർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ലാസ്റ്റ് 3 ഡിജിറ്റ് ബൈ 8 എന്ന് എഴുതാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ ഈ രണ്ടാമത്തെ കേസിൽ നമുക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. അതിൻ്റെ റീസൺ എങ്ങനെ ആക്കി എഴുതാം നമുക്ക്? അതിൻ്റെ റീസൺ ഇങ്ങനെ എഴുതാം അല്ലേ. അതായത് കോൺസിക്യൂട്ടീവ് നമ്പറിൽ എന്താണ് 5 കോൺസിക്യൂട്ടീവ് നമ്പറിൽ എന്തായാലും ഒരു 5ന്റെ മൾട്ടിപ്പിൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇൻ 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് 1 number is always a multiple of 5 അല്ലേ. therefore that number can be dividing by 5. ആ നമ്പറിനോട് 5 ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ. രണ്ടാമത്തെ കിട്ടിയല്ലോ. ഇനി മൂന്നാമത്തെ എന്താണ് പറഞ്ഞത്? 1000s ആർ ഡിവൈഡഡ് ബൈ 8. എന്താ റിമൈൻഡർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ലാസ്റ്റ് 3 ഡിജിറ്റ് ബൈ 8. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി മാർക്ക് വാങ്ങാം കേട്ടോ. ഓക്കെ. താങ്ക് യു.